ചതിയേക്കാളും വലിയ പാപം എന്താണെന്നറിയോ? ചെയ്തത് കൊടും ചതിയാണെന്ന് മനസ്സിലാക്കിയിട്ടും ഒന്നും സംഭവിക്കാത്ത പോലെ നിരപരാധിയെ പോലെ അഭിനയിക്കുന്ന എന്റെ മോള് നിരപരാധിയാ. എല്ലാത്തിനും ഉത്തരവാദികളും ഞങ്ങളാണെന്ന് നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞല്ലോ. ഇനി ഈ കാര്യത്തിൽ സംസാരം വേണ്ട. മോളെ കൂട്ടിക്കൊണ്ട് പോവാൻ നോക്ക്. ഇല്ല ബാല, എന്റെ മോളെ ഇവിടുന്ന് കൊണ്ടുപോകുന്ന പ്രശ്നമില്ല. കൊണ്ടുപോകില്ലല്ലേ? ഞങ്ങൾ പോവില്ല. അതെ, എന്റെ മോളെ വീട്ടിലേക്ക് തിരിച്ചു കയറ്റിയില്ലെങ്കിൽ ഈ വീടിന്റെ മുന്നിൽ ഞങ്ങൾ സത്യാഗ്രഹം ഇരിക്കും. അതിനകത്ത് ഒരു മാറ്റവും ഇല്ല. ഇത്രയൊക്കെ എന്റെ കുടുംബത്തോട് ചെയ്തിട്ട് താൻ എന്റെ വീടിന് മുമ്പിൽ സത്യാഗ്രഹം ഇരിക്കുമല്ലോ. എന്റെ അച്ഛനൊന്നും ചെയ്യരുത്. ഇനി ഈ മുറ്റത്ത് നിന്ന് നിങ്ങൾ സംസാരിച്ചാൽ എന്റെ നിയന്ത്രണം തെറ്റും. ഉദയഭാനു, തന്റെ മകളെ ഞങ്ങൾ എന്തിനാ ഇവിടുന്ന് പുറത്താക്കിയെന്ന് തനിക്ക് വ്യക്തമായിട്ട് അറിയാം. എന്റെ വായ തുറപ്പിക്കരുത്. എന്റെ വായിന്ന് വല്ലതും വീണുപോയാ നാട്ടുകാര് മുഴുവൻ സത്യം അറിയും. പിന്നെ നിങ്ങൾക്ക് തലയുയർത്തി നാട്ടുകാരുടെ മുഖത്ത് നോക്കാൻ കഴിയില്ല. ആ ഓർമ്മ വേണം. തനിക്ക് ഈ വീടിന് മുമ്പിൽ സത്യാഗ്രഹം ഇരിക്കണോ അല്ലേ? ഇരിക്കണോ? താൻ സത്യാഗ്രഹം ഇരിക്കേ. പക്ഷേ നാണം കെടുന്ന ആരാണെന്നറിയാവോ? ഞങ്ങളല്ല, താനും തന്റെ മോളും ആയിരിക്കും, തന്റെ കുടുംബവും. ഞങ്ങൾ പൊയ്ക്കോളാം. ഞങ്ങൾ പൊയ്ക്കോളാം. എന്റെ മോളുടെ കണ്ണീന്ന് വീണ ഓരോ തുള്ളി കണ്ണീരിനും ദേവമംഗലത്തുകാർ കണക്ക് പറയേണ്ടി വരും. ഈ ശ്രീകല ആരാണെന്ന് നീക്ക് അറിയാൻ പോന്നേ ഉള്ളൂ. ദേവമംഗലത്തുകാരെയും കൊണ്ട് ഈ ശ്രീകല നക്ഷത്രക്കാലം എണിക്കും. അല്ലെങ്കിലേ എന്റെ പേര് തന്റെ പട്ടിക്കിട്ടോ. പേടിപ്പിക്കല്ലേ?